ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. കാരണം ഇന്ന് ദേവൂട്ടിക്ക് തീരെ സുഖമില്ല. എന്താ പറ്റിയത് ഏതാ പറ്റിയതെന്നറിയില്ല. കണ്ട ഓരോ സാധനങ്ങളെല്ലാം ഇവിടെ തിന്നിട്ട് ഇവക്ക് തീരെ വയ്യാണ്ടായി. ഉച്ചയ്ക്ക് ശേഷം തൊട്ടേ എന്നോട് പറയുന്നതാണ് ഇങ്ങനെ വയറുവേദന എടുക്കുന്നത്, അങ്ങനെയാവുന്നു ഇങ്ങനെയാവുന്നതെന്നെല്ലാം. അതായത് കല്യാണത്തിന് ശേഷം വന്നത് തൊട്ട് ഇവളിങ്ങനെ പല 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 രീതിയിലും ഓരോരോ അസുഖങ്ങളായിട്ട് ഇങ്ങനെ മാറി മാറി മാറിക്കൊണ്ടിരിക്കുന്ന. ഒന്നിക്കൽ ആരെങ്കിലും കണ്ണു തട്ടിയതാണോ അല്ലെങ്കിൽ എന്താണ് പറ്റിയെന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഓളെ കാണിച്ചു തരാം. അസുഖക്കാരീനെ ഇതാ ഇരിക്കുന്നു. അസുഖക്കാരി സുഖമൊന്നുമില്ല. പെർഫെക്റ്റ്. എന്ത് പറ്റി? അത് ഒരു വൃത്തികെട്ട ഫാഷൻ ഫുഡ് കഴിച്ചിട്ടാണ്. ഇനി രാവിലത്തെ വല്ല ഫുഡും ദഹിക്കാത്തതാണോ? ഇവിടെ പറയുന്നത് ഇവിടെ അവിടെ ഒന്നും കള്ളപ്പത്തില് ഇങ്ങനെ ഇതൊന്നും ചേർക്കൂല. അതായത് നമ്മളിവിടെ വെള്ളയപ്പം ഉണ്ടല്ലോ, ആ വെള്ളയപ്പത്തിനെ കള്ളപ്പം എന്ന് പറയുന്നത്. വെള്ളയപ്പത്തില് നിങ്ങൾ അവിടെ ഈസ്റ്റ് ആയിരിക്കും ചേർക്കുന്നുണ്ടാവും അല്ലേ? നമ്മളിവിടെ പൊതുവെ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കള്ള് ചേർത്തിട്ടാണ് ആ അപ്പം ഉണ്ടാക്കുക. ഈ ഷാപ്പിലെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാക്കില്ല, അതുപോലെയാ ചെയ്തത്. പക്ഷെ ഇവർക്ക് പക്ഷെ എന്തോ അത് 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 പിടിക്കുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് രണ്ടു വട്ടം കഴിച്ചിട്ടുണ്ട്. എന്നാലും എനിക്ക് ഇന്ന് കഴിച്ചിട്ട് എനിക്ക് എന്തോ അറിയില്ല. ഇനി ചായന്റെ ആണോ അതോ ഇനി വേറെ എന്തെങ്കിലും വയറിന് പ്രശ്നം കൊണ്ടാണോ? അതില് പുറമെ ഛർദിക്കുകയും ചെയ്തിന് കേട്ടാ. ഒറ്റ വട്ടം. ഒരു തവണ പക്ഷെ ഒറ്റ അതുകൊണ്ട് തവണ തന്നെ ഛർദിച്ചുള്ളൂ. അതോടുകൂടി അത് പോയി. കാരണം വെച്ചാൽ ദഹിക്കാത്ത ആ ഫുഡ് ഞാനിങ്ങനെ പോയപ്പോഴത്തേക്ക് ഒരു കംപ്ലീറ്റ് പോയി മാതിരി അല്ലേ. നടക്കുമായിരുന്നല്ലേ. ആ, ഇപ്പൊ ശരിയായി. ഇവള് മറ്റേ ഉത്സവപ്പറമ്പിലെല്ലാം അഴിച്ചു വിട്ട ആനേനെ പോലെ, അത് മദം പൊട്ടി ആനയെല്ലാം ഉണ്ട് അവിടെ ഇങ്ങനെ മന്ദം മന്ദം ഇങ്ങനെ നടക്കുക. മയക്കേട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കൂല, അതുപോലെയാണ് ഇവള് നടക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇപ്പൊ ആള് സെറ്റായി. ഓക്കെ ആയി. നീ പിന്നെ ഇങ്ങനെ വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കാണ്ട് നമുക്ക് പുറത്തെല്ലാം ഇറങ്ങുമ്പോൾ സെറ്റ് ആയിക്കോളും. ഇന്ന് നമ്മള് പുറത്തിറങ്ങീന്. പുറത്തൊക്കെ ഇറങ്ങി. അത് ഇവിടെ ആ മൈൻഡ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ബൈക്കിൽ കുറച്ച് സ്ഥലത്തെല്ലാം വെറുതെ ഒന്ന് കൊണ്ടുപോയി. അതുകൊണ്ട് കുറച്ചൊരു ആശ്വാസമായി. അതുകൊണ്ട് ഈ കുലുക്കം തട്ടുമ്പോ ചെറിയാക്കി മാറുന്നു പറയുന്നത്, അതുപോലെയാണ് ഇവളത് മാറിയത്. ഇല്ലെങ്കിൽ ആൾ ഇതേപോലെ തന്നെ ഇരിക്കുവായിരുന്നു. അതെന്താന്ന് വെച്ചാൽ നമുക്ക് ക്ലൈമറ്റ് നല്ല ചേഞ്ച് ഉണ്ട് അവിടത്തെ ഇവിടത്തെ. പെട്ടെന്ന് ഇതിലോട്ട് വരുമ്പം ചില സമയത്ത് ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം എനിക്ക് ചിലപ്പോൾ തുമ്മല് അല്ലെങ്കിൽ ചിലപ്പോൾ പനി വരും. എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസം കഴിയുമ്പോൾ അതങ്ങ് സെറ്റ് ആവും തോന്നും. അതെല്ലാം അത്രേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാല് ഫസ്റ്റ് ടൈം എന്നെ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞ പാടും ഇവൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് മാറുന്നതല്ലേ, അതുകൊണ്ടുള്ള ഇഷ്യൂ ആണിത്. എല്ലാം സ്വാഭാവികമാണ്. അതങ്ങനെ മാറിക്കോളും. ലൈഫ് ആകുമ്പോൾ ഇപ്പൊ നമ്മൾ നമ്മൾ ഇതെല്ലാം ട്രിപ്പ് അറിയണം. പോയാൽ നമുക്ക് ചിലപ്പോൾ ഊട്ടിയിൽ പോയ ചിലർക്ക് ഭയങ്കര പാടായിരിക്കും. ഊട്ടിയിലെ 2 ദിവസമൊക്കെ ചിലപ്പോൾ നിൽക്കാൻ. ഊട്ടിയിൽ പോയാല് നല്ല എനിക്ക് രസമായിരിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശ്വാസം മുട്ടലിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ വയനാട് അല്ലെങ്കിൽ ഊട്ടി പോലത്തെ സ്ഥലത്തെല്ലാം ഞാൻ പോകുന്നതാണെങ്കിൽ എനിക്ക് ചിലപ്പോ ആദ്യം അവിടെ നിൽക്കുമ്പോൾ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അതിന് ശേഷമാണ് എനിക്കിത് അനുഭവിക്കേണ്ടി വരിക. കാരണം എനിക്ക് അതിന് ശേഷം പിന്നെ കഫക്കെട്ട് വന്ന്, ചുമ വന്ന്, തുമ്മല് വന്ന്, അതാ റീജിയൻ വൈസ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള കുഴപ്പമാണ്. പക്ഷെ അത് പക്ഷെ അതൊന്നും കുഴപ്പമില്ല, പൊയ്ക്കോളും കേട്ടാ. അപ്പൊ നമുക്ക് പുറത്തിറങ്ങാലോ. പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ കാലാവസ്ഥ കാണിച്ചു തരാം. അതായത് മോർണിംഗ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയേനു. ഇപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ഇപ്പോഴത്തെ ക്ലൈമറ്റ് മഴക്കാറുണ്ട്, പക്ഷെ ഉച്ചക്ക് നല്ല വെയിലായി. ഉച്ചക്ക് ഞാൻ ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ കോട്ടെല്ലാം എടുത്തിട്ടാണ് നടന്നത്. കോട്ടെടുത്ത് നടക്കുമ്പോൾ തന്നെ വെയിലായി അല്ലേ. ഇങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെ മാറി കണ്ടില്ലേ ഇതാ, കണ്ടില്ലേ ഇവള് പുറത്തിറങ്ങിയ ഇതാണ് പ്രശ്നം. ഉള്ളിപ്പോട് ഉള്ളിപ്പോട്, പൊക്ക പൊക്ക പൊക്ക. അതൊന്നും അല്ല. അത് നമ്മളെ ഛർദിച്ചു കഴിയുമ്പം നമ്മളെ മൂക്കിന്റെ ഇവിടെയൊക്കെ അടയും. അപ്പൊ അടയുമ്പോഴത്തേക്കിനും അത് മാറാന്ന് വരെ ഇങ്ങനെ ഇടയ്ക്കിടെ തുമ്മും. അതെനിക്ക് നേരത്തെയും ഉണ്ട്. പിന്നെ കുറെ ആൾക്ക് ഓരോ ഡൗട്ട് ഉണ്ട്. അതായത് കല്യാണത്തിന് ശേഷം പിന്നെ ഞാൻ ഇവിടെ ഡാൻസിന് വിടുന്നില്ല, അതിന് വിടുന്നില്ല, ഇതിന് വിടുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. ഇടുന്നതേ ഇവനാണ്, എടുത്തു തന്നതേ ഇവൻ. ഞാനാണ് ഇവളെ റീൽസ് എടുക്കല്, ഞാനാണ് ഇവളെ റീൽസ് എഡിറ്റ് ചെയ്യല്, എല്ലാ പണിയും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കല്യാണത്തിന് ശേഷമുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കേസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് നിന്റെ ട്രൂപ്പ്, അതായത് ഇവളെ ഗ്രൂപ്പ് ഇവളെ വിട്ട് പോയി. എല്ലാവരും ആ, അവിടെ ഇവിടെ അവളെ ആരും വിട്ടു ഇല്ല. പോയതല്ല, നീ അവരെ വിട്ടിങ്ങ് വന്ന്. അതുകൊണ്ട് ഇവക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഇവക്ക് പാർട്ട്ണറായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഒരാളില്ല. എനിക്ക് അതാണ് ഒരു പാർട്ട്ണറായിട്ട് കുഴപ്പം. കളിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് അവിടെയാണ് എന്റെ ടീം. സാമ്രാജ്യം അപ്പൊ എന്റെ പ്രോഗ്രാം, എന്റെ സ്റ്റുഡിയോ ഇതെല്ലാം എല്ലാം അവിടെ. അവിടെയായി. ഇവിടെ എന്ന് വെച്ചാൽ കൂടുതലും ക്ലാസിക്കൽ ഡാൻസിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അത് നിങ്ങൾ എൻ്റെ ചില വ്ളോഗെല്ലാം നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ അമ്പലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലായിട്ട് ക്ലാസിക്കലിനാണ് കൂടുതൽ പക്ഷെ കൊടുക്കുന്നത്. നമുക്ക് കൂടുതലും കിട്ടുന്നത് രണ്ടും കൂടി ഉള്ള പ്രോഗ്രാമുകളാണ്. നമുക്ക് ഒരെണ്ണം കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടാറില്ല. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ പക്ഷെ ഇവള് രണ്ടും ചെയ്യും, ഞാൻ രണ്ടും ചെയ്യും. രണ്ടും ചെയ്യും. പിന്നെ ഞാൻ വേറൊരു രീതിയിൽ നോക്കാൻ പോയില്ല. അതായത് ഇവളിപ്പോൾ സെമി ക്ലാസിക്കൽ പഠിപ്പിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ സിനിമാറ്റിക് പഠിപ്പിക്കുന്നതാണെങ്കിലും നിനക്ക് സ്റ്റുഡൻസിനെ ഒപ്പിച്ചു തരാൻ വേണ്ടി ഞാൻ പോയില്ലേ. കിട്ടും. പക്ഷെ നമുക്ക് നമ്മുടെ
ടീം പഠിപ്പിക്കുന്ന നമുക്കിപ്പോ എങ്ങനെ എവിടെ പോകണോ പഠിപ്പിക്കാം. പക്ഷെ നമ്മളെ ആ ഒരു ഗ്യാങ് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ പോയാലേ പറ്റൂ. നിനക്കിപ്പം സ്വന്തമായിട്ട് ഒരു കുട്ടീനെ പഠിപ്പിച്ചാ പോരെ? ഈ വലിയ കുട്ടീനെ പഠിപ്പിക്ക്. അതെന്താ പറ്റൂലേ? മുതുക്ക് കാളെ മുതുക്ക് കാണാൻ നോക്കണ്ട, ഡാൻസിന് വയസ്സില്ല എന്നാണ്. അത് ABCD എനിബഡി ക്യാൻ ഡാൻസ്. ഞാൻ പിന്നെ കളിക്കും. ഞാൻ ഇവളോട് ആഗ്രഹവും പറഞ്ഞിട്ടുണ്ട് ഗൈസ്, അതായത് എനിക്ക് ഡാൻസ് ഞാനത് കളിക്കണം സെറ്റാക്കി എന്നുള്ളത്. കൊടുക്കാറുണ്ട് ഇടയ്ക്കിടെ. പക്ഷെ ഇവള് ഇടയ്ക്ക് സെറ്റാക്കി തരും. പിന്നെ നമ്മൾ ഈയിടെയായിട്ട് കുറെ കാര്യങ്ങൾക്ക് അങ്ങ് ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് ഈ ഡാൻസ് നടക്കാത്തത്. നാളെയെങ്കിലും നടക്കൂ. എന്റെ ഡാൻസ് നടക്കും. നാളെ അതെന്ത് അത് തന്നെയാണ് കുഴപ്പം. ഇവള് സ്വന്തമായിട്ട് ഡാൻസ് കളിക്കും. ഞാനിപ്പോ തിരിച്ച് നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഡാൻസ് പരിപാടി നടക്കൂല. പിന്നെ ചിലപ്പോ വീഡിയോ എടുക്കും, വ്ലോഗ് എടുക്കും. പിന്നെ നമ്മൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുന്ന സമയത്ത് അത് തന്നെ വീഡിയോ വ്ലോഗെല്ലാം എടുക്കുന്ന സമയത്ത് തന്നെ പിന്നെ എഡിറ്റിംഗും വരുന്നുണ്ടല്ലോ. എഡിറ്റിംഗ് ഒന്നാമത് വലിയ ടാസ്കാണ്. അത് ചെയ്ത് തീർക്കുമ്പോഴത്തേക്കും ആ ടൈം അതിൽ പോകും. പിന്നെ നമുക്ക് കളിക്കാനൊരു നേരമില്ല. പക്ഷെ എനിക്കുണ്ട്, ഞാൻ രാവിലെ എല്ലാം കളിക്കാറുണ്ട്. എനിക്ക് അതൊരു എക്സസൈസ്. ഇവളിപ്പം ജോബ് നോക്കുന്ന ടൈം ആയതുകൊണ്ട് ഇവക്ക് ഇപ്പം വീട്ടിൽ അത്യാവശ്യം നല്ല ഫ്രീ ടൈം ഉണ്ട്. ആ സമയത്ത് തന്നെ അവൾ യൂട്ടിലൈസ് ചെയ്തിട്ടായാലും കളിക്കുന്നുണ്ട്. പക്ഷേ എന്റെ കാര്യമാണ് നടക്കാത്തത്. ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ശരിക്കും നമുക്ക് തന്നെ റീൽസ് ചെയ്യാം, കപ്പിൾ റീൽസ് ആയിട്ട് ഡാൻസ് എടുക്കാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെന്തോ ഒരു ടൈമിന്റെ ഡിലേ കാരണമാണ് നമുക്ക് നടക്കാണ്ടായി പോയത്. ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഞായറാഴ്ച ഫ്രീ ആണ്. അതെ, അല്ല അത്രേ ഉള്ളൂ. ഇന്ന് പിന്നെ എനക്കും ഇവക്കും കൂടി കുറച്ചൊരു ചെറിയായിട്ടുള്ളൊരു ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ വിചാരിച്ചൊരു ചെറിയൊരു കുട്ടി വ്ളോഗ് എടുക്കാന്നുള്ളത്. നമ്മൾ ഡെയിലി വ്ളോഗ് എടുക്കണം എന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ടൈമിനൊരു ഡിലേ വരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അതായത് ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ടൈം ഈവനിങ് ടൈം ആയിരിക്കും. ഈവനിങ് ടൈം ഡെയിലി വ്ളോഗ് എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കൂല. ഇവക്ക് എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ ഇവളെ കയ്യിൽ ഐഫോൺ കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ കൊടുത്താൽ മതിയല്ല ഐഫോൺ. പക്ഷെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കമ്പനിയിലെ വർക്കും നടക്കൂല. ആ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഗൈസ്, നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു ചെമ്പരത്തി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, നല്ല നല്ല അടിപൊളി ഓറഞ്ച് നിറത്തിലുള്ള ചെമ്പരത്തി. ഇത് ഞാനാ നട്ടത്. എന്താ അത് അമ്മ ഇഷ്ടപ്പെട്ട എവിടുന്ന തപ്പിക്കൊണ്ട് വന്ന് ഒടിച്ച് നട്ട് വളർത്തിയ സാധനം വിരിഞ്ഞ് ഇന്നപ്പോ അവന് ക്രെഡിറ്റ്. പോടാ, ഞാൻ തന്നെ നട്ടത് അല്ല, പൊട്ടിച്ചു കൊണ്ടുവന്നത് അമ്മ നട്ടത് ഞാനാ. ഓ, ഇവിടുത്തെ ഒട്ടുമിക്ക സാധനങ്ങളെല്ലാം നടുന്നത് ഞാൻ തന്നെയാണ്. അല്ല, ഇത് പറയാൻ നിനക്കെന്ത് അവകാശമുള്ള? നീ ഇതില് അറ്റ്ലീസ്റ്റ് ഒരു മൂത്രമെങ്കിലും ഒഴിച്ചു വെച്ചിട്ടില്ല. വെള്ളം ഒഴിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ ഇതില്? നീ വെള്ളം അങ്ങനെ ഒഴിച്ചിട്ടില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും ഇടക്കെല്ലാം പുറത്ത് ചാടുന്ന സമയത്ത് മൂത്രം ഒഴിച്ചിട്ടെങ്കിലും അതിനെ വളർത്തി. ഒഴിക്കാറുണ്ട് ഇതിന്. കാരണം ഞാനാണ് ആ സാധനം. അവിടെയുള്ള നമ്മളെ അങ്ങുള്ള ഒരു വാഴത്തടത്തിലൊരു പഴം കഴിച്ചിട്ടില്ലേ? അതിലൊരു ഉപ്പ് രസം ഉണ്ടാ? നിങ്ങൾ കുട്ടി റോസ് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ ഇതാണ് കുട്ടി റോസ്. നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള ഇതെല്ലാം അമ്മേന്റെ ഗാർഡൻ ആണ്. ഇവിടുത്തെ ഒരു സാധനെങ്കിലും പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്കറിയാം കംപ്ലീറ്റ്ലി. അതായത് ലൈവായിട്ടുള്ള ഒരു ഹോം ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് അമ്മ ഇവിടെ നട്ട് വളർത്തിയിട്ടുള്ളത്. ഇതില് ചില ആൾക്കാർ കോമഡി എന്താ അറിയാം, നീ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ചില ആൾക്കാരുടെ ബന്ധുക്കളിലൂടെ വരൂലേ, ജസ്റ്റ് നമ്മളെ കല്യാണത്തിന് മുന്നേ വരുന്ന ആൾക്കാരുണ്ടല്ലോ. ആ സമയത്ത് അമ്മേനോട് പറയും, ചേച്ചി ഞാൻ ഈ സാധനം പൊട്ടിക്കാം. ഇങ്ങനത്തെ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെയാ ചോദിക്കുന്നതാണ് കോമഡി. അതായത് ഇവിടെ ഇങ്ങനെ കൈവച്ച് ഇതിങ്ങ് ഒടിക്കും. ഒടിച്ചതിന് ശേഷമാണ് ചോദിക്കുക ഞാൻ ഇതിങ്ങ് എടുക്കുന്നുണ്ട്. അപ്പാടെ അമ്മേന്റെ മുഖം എടുത്തോ, മനസ്സോട് ഇതാക്കാന്ന് അറിയില്ലേ. പക്ഷെ വേറെ ആളെ വീട്ടിൽ പോയിട്ട് അമ്മക്ക് പൊട്ടിക്കുമ്പോ അമ്മക്ക് ഇതൊന്നും പ്രശ്നമില്ല. എല്ലാരും ഇവിടുത്തെ പ്രശ്നം. തുടങ്ങിയാ ഇതെല്ലാം പഴയ ആൾക്കാരാ ചെയ്യല്. ഇപ്പൊ നിനക്കും തുടങ്ങിയാ? നീ എന്തിനാ ഇത് കൊണ്ടുപോകുന്ന? എന്തിനാണ്? അമ്മ വളർത്തിക്കോളൂ. എന്നാലും നീ നട്ട് നനച്ച് വളർത്തൂലല്ലേ? എന്നാ ഇവിടെ നീ ഒരു ചെടി നട്ടാട്ടെ, ഞാൻ നോക്കട്ടെ. ഞാൻ അങ്ങനെയാണെങ്കിൽ ചീര നടും. ചീര പെട്ടെന്ന് വളർന്നു. ഇത് ചീരയാ? ഇത് ചീരയാ? അത് കൂടിയാ ചീരയാ? ചീര ഇങ്ങനെയാ? തേങ്ങയാന്ന്. അത് മറ്റേ ചെടിയാന്ന്, ചോന്ന കളറുള്ള ചെടിയാണ്. ഞാനിപ്പോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സമയം ഏതാണെന്ന് അറിയാം? പണ്ടത്തെ ടൈം, ചെറുപ്പത്തിലെല്ലാം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന വീടാണ്. അപ്പൊ ആ സമയത്ത് നമ്മളെല്ലാം കസിൻസ് എല്ലാരും ഇവിടെ ചേർന്നിരുന്ന് ഓരോരോ തമാശയും കാര്യങ്ങളും പറഞ്ഞ്, അന്ന് നമ്മളെ മെയിൻ ഈ വീട്ടിന്റെ പില്ലർ എന്ന് പറയുന്നത് അമ്മമ്മയാണ്. അപ്പൊ അമ്മമ്മ ഇരിക്കുന്ന സമയത്ത് തന്നെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും.
ഓരോ എന്താ പറയുക ഓരോ തമാശകളെല്ലാം പറഞ്ഞ് ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഇങ്ങനെ നിൽക്കുന്ന ടൈമായിരുന്നു. നമ്മൾ ചിലപ്പോൾ ഈ പിന്നെല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു കളി കളിക്കൂലേ, അറിയാം. തണുപ്പ് ചൂട് ചൂട്. ഇങ്ങനത്തെ സംഭവമെല്ലാം നമ്മൾ കളിക്കലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആ കാലെല്ലാം പോയി, കുറേ എല്ലാം അങ്ങ് സത്യം. വാനിഷ് ആയി പോയി. അതെല്ലാം ഇടയ്ക്ക് നമുക്ക് ഈ നൊസ്റ്റാൾജിഫിക്കേഷൻ അടിക്കുന്ന സമയത്ത് നമുക്ക് അത് തോന്നും നമുക്ക് ആ റീക്രിയേറ്റ് സമയം ചെയ്യാം തിരിച്ചു അല്ലേ? വന്നാലോ എന്നുള്ളത്. റീക്രിയേറ്റ് ചെയ്യാം എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോ. അത് ഒരു ദിവസം ഒരുമിച്ച് അത് കൂടുമ്പം നല്ലൊരു എന്തായിരുന്നു ഈ ഐഡിയ ആണെന്ന് കല്യാണത്തിന്റെ തോന്നുന്നു. ഈ സമയത്തെല്ലാം നല്ല രസമായിരുന്നു അല്ലേ? ഇവക്കും അത് ഫീൽ അതെന്തായാലും ചെയ്തിട്ടുണ്ട്. കാരണം ഇവളെ അവിടുത്തെ വീട് പോലെയല്ലായിരുന്നു ഇവിടുത്തത്. ഇവിടുത്തെ വെച്ചാൽ കുറച്ചും കൂടി മെമ്പേഴ്സ് കൂടുതലാണ്. അപ്പൊ ആ ശരി. സമയത്ത് ഇവിടെ കല്യാണത്തിന് ശേഷം ഇവിടെ കല്യാണം കഴിച്ച് തിരിച്ചിവിടെ ഫസ്റ്റ് ദിവസം വന്നു കഴിഞ്ഞപാടും എല്ലാരും ചുറ്റിലും നിൽക്കുന്ന കണ്ടിട്ട് നിനക്കെന്താ ഫീൽ ചെയ്തത്? ഒരു മാതിരി ഫീല്. കാരണം ഇതെന്താ ഇത്രയും പേര് അങ്ങനെ. ഉം. നമ്മളെ വീട്ടിലാകെ 6 അതായത് 7 പേരല്ലേ പൊതുവെ ഉള്ളൂ. എല്ലാവർക്കും അത്ഭുതമാണ്. ഇപ്പൊ എന്റെ ചേച്ചീനെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ അളിയനുണ്ട്, അഭിയേട്ടൻ വന്നു കഴിഞ്ഞപാടും ഇതേ സംഭവം തന്നെയാണ് ഉള്ളത്. തന്നെ. ആ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ, ഉം. അതായത് ഇത്രയും ആൾക്കാരാ അങ്ങനത്തെ ഒരു ഉം. മൈൻഡ് ആയിരുന്നു. പക്ഷെ അത്രയും ആൾക്കാരുള്ളതാണ് രസം. ഇത്ര ആൾക്കാരുള്ള രസമാണ്. ഉം. പക്ഷെ നമുക്ക് പാരുണ്ട് പാവച്ചി ഉം. കുഞ്ഞ്. പിന്നെ പ്രശ്നം എന്താ വെച്ചാല് ഇവരെ കൂടുന്നതും പ്രശ്നമാണ്. എന്നാ? ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കൂടിയാലും ഉം. ഒരു ടൈം കഴിഞ്ഞിട്ട് ഇവര് പോവുമല്ലോ. അപ്പം പോയി കഴിയുമ്പം സൈലൻസ്. പിന്നെ മൊത്തം ഇപ്പം കണ്ടില്ല, ഇപ്പം നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. മൊത്തം ചുറ്റിലും നോക്കിയാട്ടെ ഒരു വല്ലാത്തൊരു ശ്മശാന മൂകതയാണ്. പിന്നെ ഈ അമ്മയമ്പലത്തിൽ പോയി മഴ കഴിഞ്ഞാൽ ആയതുകൊണ്ട് ഈ ചീവീടിന്റെ സൗണ്ട് ഇങ്ങനെ എനിക്ക് ഇടക്കിടക്ക് തോന്നുന്നത് ഇങ്ങനെ ഈ ഉണ്ടാവും. ഏരിയയിൽ ഇപ്പൊ ഇച്ചിരിയെങ്കിലും സൗണ്ട് ഉള്ളത് ഈ വീട്ടിലാന്ന് തോന്നുന്നു. സത്യം. ഒന്നാമത് ഇവള് വന്നപ്പം, ഇവളില്ലാത്തപ്പം നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഒറ്റക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു സൗണ്ടും ഇല്ല. ഫോണിലും കുത്തി ഞാൻ കിടക്കും. ഫോണിലും കുത്തിയിട്ട് എന്തെങ്കിലും സിനിമയും കണ്ടിട്ട് ഒരു മൂലക്ക് ഇരിക്കും. അതിന് ശേഷം പിന്നെ ഇവിടെ ഒരനക്കവും ഇല്ല. ഞാനുണ്ടല്ലോ. ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഇവിടെ കലപില 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 ഒന്നും കളിയാ. പറയണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കളി. രസമാണ് ഇവിടെ ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കല്ല ഇവർക്ക് അസുഖം വന്നാലുള്ള വേറൊരു ബെനിഫിറ്റ് എനിക്കാ കിട്ടാറുള്ളത്. എന്താന്നല്ലേ? പഴംപൊരി. ഒരു കടി. പാതിക്കടിച്ച പഴംപൊരി. ആദ്യമല്ല ഒറ്റൊരു കടി. ഒറ്റയൊരു കടിയിൽ തന്നെ ഇത്രയും തീർക്കണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. എന്തൊരു ഒറ്റ സാധനമായിരിക്കും കടി. ഇവള്. ഒരു വാ മാത്രമേ ആ, കഴിച്ചു. ഞാൻ എന്തായാലും തിന്നോക്കട്ടെ. അതങ്ങനെ വന്നു. വാശിക്ക് സുഖം ഉണ്ടായാലും ചാവാൻ കിടന്നാലും അവൻ തിന്നും. ഒരിക്കലെങ്കിൽ പനി പിടിച്ച് പൊരിഞ്ഞു കിടന്നപ്പോ എന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഹാഫ് അൽഫാം ഇരുന്ന് കുത്തി തിന്നുന്നു. അത് മാത്രമല്ല, ഇറക്കിട്ട് പറ. വേറൊരു ദിവസം ഓർമ്മയുണ്ടോ? ഇതേപോലെ നീ പനി പിടിച്ച് കിടന്നപ്പോ ചെങ്ങായി പറപ്പനെ മന്തി കഴിക്കാൻ പോയ. മന്തി കഴിക്കാൻ പോയേക്കുന്നു. ഞാൻ പനിച്ച് അത് ഞാനില്ല, പൊരിഞ്ഞ് വിറയലായിട്ട് കിടക്കുന്നു. ഞാൻ അങ്ങനത്തെ ക്രൂരനായിട്ടൊന്നുമല്ല. അത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇവളോട് അനുവാദം ചോദിച്ചേനെ, ഞാൻ ഒന്ന് പോയി കഴിച്ചോട്ടെ. കാരണം അത് അവിടെ ഫസ്റ്റ് ടൈമിന് ഞാൻ മന്തി ഷോപ്പിന്റെ ഉദ്ഘാടനം ഉണ്ടായ ആ സമയത്ത് നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഉം. ഇന്നത് കിട്ടൂല. പിന്നെ ഞാൻ നിന്നെയും കൊണ്ടുപോയിട്ടില്ലേ ഒരു ദിവസം, അതെ. ഓർമ്മയില്ലേ? ഉം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താ അറിയാം, ഉം. എന്നോട് ഇപ്പം വേറെ പല സ്ഥലങ്ങളിൽ പോയാലും പലരും ചോദിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയാ, എല്ലാം ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ? ഞാൻ ചോദിക്കുന്നത് ഇതെന്തിനാ അങ്ങനെ ചോദിക്കുന്നത്, എല്ലാം ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ എന്ന്. കാരണം ഈ അവർക്ക് കല്യാണം ഓക്കെ കഴിച്ച് അല്ലേ ഇങ്ങനെ വേണ്ടത്. പെടുന്ന പോലത്തെ ഒരു അവസ്ഥയാണോ ഈ കല്യാണം? എനിക്ക് മനസ്സിലാവുന്നില്ല അത്. എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം അത്. നിനക്ക് കല്യാണം കഴിച്ച ഒരു ഫീൽ ഉണ്ട്? എനിക്ക് കല്യാണം കഴിച്ചിട്ടുള്ള ഒരു ഫീലേ ഇല്ല. മനസ്സിലാവാൻ. സംഭവം എന്ന് വെച്ചാൽ എൻ്റെ റൂം ഇപ്പം കണ്ടാൽ തന്നെ ഹോസ്റ്റലിലെങ്ങാൻ നിൽക്കുന്ന പോലെയാണുള്ളത്. അല്ലേ? പൊതുവെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞാൽ അടുക്കും ചിട്ടയും വന്ന് അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന്. അതെനിക്കും ഇല്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല അല്ലേ? അടുക്കും ചിട്ട എനിക്ക് നമുക്ക് തോന്നുമ്പോ നമ്മൾ ആ വൃത്തിയാക്കും. നമുക്ക് തോന്നുമ്പോൾ നമ്മൾ വൃത്തിയാക്കും. നമുക്കിപ്പം പുറത്ത് പോകണം എന്ന് തോന്നുമ്പോൾ നമ്മൾ രണ്ടാളും പോകും. ഇപ്പം എനിക്ക് എൻ്റെ ചങ്ങായി വർബനം പോകുന്നെങ്കിലും ഇവർക്ക് ഒരു പ്രോബ്ലം ഇല്ല. കാരണം നമ്മൾ രണ്ടാളും റിലേഷൻഷിപ്പ് ഓൾറെഡി പോയിക്കൊണ്ടിരുന്നതും അതേ ഒരു മോഡലിലാണ്. കാരണം ആരെയും ലോക്ക്ഡ് അപ്പ് ആക്കിയിട്ട് വെക്കലോ അങ്ങനത്തെ ഒരു പരിപാടി നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല അല്ലേ? ഇതാണ് ആകെയുള്ള ഒരു വ്യത്യാസം എനിക്ക് ആ തോന്നിയത്. ഇവക്ക് വന്നത് ഒരു മാലയും എനിക്ക് വന്നത് ഇവളിട്ട ഒരു മാലയും ഉണ്ട്, പിന്നെ റിങ്ങും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരു ചോപ്പ്. അതും ഇങ്ങനെ വളരെ ചെറുതായിട്ട്. ഫിസിക്കലി ഉള്ള കുറച്ച് മേക്കപ്പ് ചേഞ്ചസും കാര്യങ്ങളും മാത്രമേ അത് ഉള്ളൂ. മാത്രമേ. അതിന് പുറമേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരാളെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആക്കി അങ്ങനെയാക്കി അങ്ങനത്തെ ഒരു സംഭവമൊന്നും നമ്മളെ നമ്മളിടയിൽ കണ്ടിട്ട് ഉണ്ടായിട്ടില്ല. ആരും പറഞ്ഞില്ല കല്യാണം കഴിച്ചു. സത്യം. അല്ലേ? ഇവര് ചില ആൾക്കാർ ഇപ്പൊ പുറത്തെല്ലാം പോകുന്ന സമയത്ത് ചില ആൾക്കാർ ഇങ്ങനെ ഒരു നോട്ടമുണ്ട്, ആ. ഇതെന്തൊരു കാമുകനും കാമുകൻ. പോന്നാ. കാരണം ഇങ്ങനെയാണ് നമ്മളങ്ങനെ ഇവള്. അങ്ങനെയുള്ളതാണ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അറിയുന്നത് വീട്ടിൽ വന്നിട്ട് ഇവൾ എന്നോട് പറയും ആ അമ്മാവനും തന്നെ അതുപോലെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അന്നേരല്ലേ മനസ്സിലാവുന്നത് ഇതാ സംഭവം എന്നുള്ളത്. ചെറിയ കൊച്ചല്ലേ ഞാൻ. ഓ, നല്ല ചെറിയ കൊച്ച് പറയണ്ട. ചെറിയ കൊച്ചെന്ന് പറഞ്ഞെങ്കിൽ പോക്സോനും കൂടി പിടിച്ചിരിക്കരുത്, അതേ ബാക്കിയുള്ളൂ എല്ലാം. പിന്നെ ഗൈസ് അങ്ങനെ നമ്മൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് നമ്മൾ ഓക്കെ ആണ്. ഓക്കെ ഇത് ആവാൻ ഒരു കാര്യവും ഇല്ല. ആ എന്താണ് സെയിം എന്താ ഒരുമിച്ചാണെന്നേ പ്രശ്നം, ഉള്ളൂ. എന്താ നിങ്ങളത്? എനിക്കതാ മനസ്സിലായത്, നിങ്ങളെ പ്രശ്നം എന്താണ്?
നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി. ആ നിങ്ങൾക്ക് എങ്ങനെ ആയിപ്പോലും നമ്മൾ ഖേദിക്കുന്നു, പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മളങ്ങനെയല്ല. ഹാപ്പി. ആ ഇനി അതും പറഞ്ഞ ഓരോരുത്തരെയൊന്നും വരില്ല. നമുക്കിങ്ങനെ സന്തോഷം അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ സന്തോഷം എല്ലാത്ത സമയത്താണെങ്കിലും നമ്മള് അതും പറയാം. അത് നമ്മൾ സഹിച്ച് അത്ര തന്നെ എല്ലാം പിന്നെ ഇത് എപ്പോഴും നമ്മളെ അങ്ങനെ കാര്യമല്ലേ. ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല. ഇടക്കിടക്ക് ചിലപ്പോൾ ഇതൊക്കെ വരും, പക്ഷെ അത് നമ്മൾ തമ്മിലില്ല. നമ്മൾ തമ്മിൽ അങ്ങനെ ആ ഒരു ഇതിലേക്ക് പോയിട്ടില്ല. പോവില്ല. പോകേണ്ട ആവശ്യം നമ്മളുടെ ഇടയിൽ വന്നിട്ടില്ല. ഒരു വർഷം പോയിട്ടില്ല. ഇത് നമുക്കില്ലാത്തതാണ് വേറെ ആൾക്കാർക്കുള്ളത്. ചില ആൾക്കാർക്ക് എന്നാ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നടക്കുന്നതിൽ ഒരു പ്രശ്നമില്ലേ, നമ്മൾ ഇങ്ങനെ നടക്കുന്നതിൽ ഒരു പ്രശ്നമില്ലേ, ഇങ്ങനെയെല്ലാം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ എൻ്റെ അച്ഛനും അമ്മക്കോ ഇവളെ അച്ഛനും അമ്മക്കോ ഇല്ലാത്ത പ്രശ്നം എന്തിനാണ് നിങ്ങൾക്ക്? ഒരിൻ്റെ ആവശ്യമില്ലല്ലോ. അതാണ്. വെറുതെ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഈ ബ്ലോഗ് വെറുതെ മോശമാക്കുന്നില്ല. അതെ. അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം അല്ലേ. എടുക്കുന്നില്ല. തൽക്കാലം എടുക്കുന്നില്ല, തൽക്കാലം ദൂരെ പോക്കാം. തൽക്കാലം എടുക്കുന്നില്ല. ഇമാതിരി കേസൊന്നും നമ്മളെ എടുക്കുന്നില്ല. നമ്മൾ ഈ വേസ്റ്റ് കേസ് ഒന്നും എടുക്കാറില്ല. ഓൾറെഡി നമ്മൾ ആ ഒരു മറ്റേ വ്ളോഗ് ഇട്ടിട്ട് എനിക്ക് മതിയായതാണ്. അതിനെപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല. അതിന് ശേഷം വേറെ കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അനങ്ങാൻ എനിക്ക് കഴിയുന്നില്ല കൈസ്. ഒന്നാമത് ഇല്ലെങ്കിൽ ഇന്നൊരുമാതിരി ഒരുമാതിരി വൃത്തികെട്ട ക്ലൈമറ്റും അങ്ങനത്തെ അതിലിടയിൽ ഇവരും കൂടി കയറി വേണ്ടി എനിക്ക് കഴിയല്ല. മതിയായി, വിട്ട് എനിക്കൊരു ഹോർലിക്സ് വെച്ച് തരുമോ മൈ വൈഫ്? എല്ലാം ലോക്ക്ഡപ്പ് അങ്ങനെയാണല്ലോ. ഹോർലിക്സ് വെക്കുന്നതിലൊരു പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഓ ഇനി ഇതില് വരും. അതെന്താണോ നിനക്ക് കയ്യില്ലേ ഹോർലിക്സ് വെക്കാൻ? അനക്ക് കൈയുണ്ട്, പക്ഷെ ഈ കയ്യിലെ കൊണ്ട് വെച്ചാൽ ഒന്നിനും കൊള്ളൂല. അതുകൊണ്ടാണ് ഇവളെ കൊണ്ട് വെപ്പിക്കുന്നത്. ഇവള് വെക്കുന്ന ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ പണ്ടെല്ലാം കളിയാക്കി നൂഡിൽസ് പറഞ്ഞിട്ട്, പക്ഷെ അങ്ങനെയൊന്നല്ല. ഇവള് ചില ഐറ്റംസ് നല്ല കിടലം പോലെ വെക്കും ഗൈസ്. അതറിയണ്ടെങ്കിൽ നിങ്ങൾ എപ്പെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വാ, ഇവള് വെച്ച് തരും. ഹോർലിക്സ് ആക്കി തരാം, മതി. കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മളൊരു കുട്ടി ചെറിയൊരു വെറുതെ ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഒരു വ്ളോഗ് എടുത്തതേ ഉള്ളൂ. ഇനിയും വേണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വ്ളോഗായിട്ട് വരാം. നമ്മുടെ മെയിൻ വ്ളോഗ് എന്തായാലും കണ്ടന്റും കാര്യങ്ങളിലും അതിൽ നടക്കുന്നുണ്ടാവും. അതിങ്ങനെ നോക്കണ്ട. ഇടയ്ക്ക് നമ്മളൊരു ഫണ്ണടിക്കാൻ വേണ്ടി നമ്മൾ വരാം. ഓക്കെ, ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.